നമസ്കാരം, ലക്ഷ്മികാന്താണ് L7 വ്ലോഗ്സ് കൊച്ചി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറായി എന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശം, അതായത് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെറായി എന്ന സ്ഥലത്ത് വരാഹസ്വാമി ക്ഷേത്രം എന്നൊരു അമ്പലത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഇന്ന് എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു ദിവസമാണ്. അതായത് ഇവിടെ ഇന്ന് രഥോത്സവമാണ്. വർഷത്തിൽ 2 തവണയാണ് ഇവിടെ രഥോത്സവം നടക്കുന്നത്. ഒന്ന് വൃശ്ചിക മാസം മാർഗശീർഷം എന്നറിയപ്പെടുന്ന ഉത്സവവും മീനമാസത്തിൽ നടക്കുന്നത് ചൈത്രമാസം എന്ന ഉത്സവവുമാണ്. അതിൽ 7-ാം ദിവസം, 2 ഉത്സവത്തിനും 7-ാം ദിവസം ഇവിടെ വലിയൊരു രഥം, അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അപൂർവമായ കാണപ്പെടുന്നൊരു കാഴ്ചയാണ്. ആ കാഴ്ച കാണിക്കാനാണ് ഞാൻ നിങ്ങളിന്ന് ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ രഥത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രഥം ഓടുന്ന സ്റ്റൈൽ രീതിയാണ്. അതായത് ഇന്ത്യൻ റെയിൽവേ ആദ്യമായി റെയിൽവേ പാളങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഷേണായി എന്നൊരു വ്യക്തി, അദ്ദേഹമാണത്ര ഇവിടെ ഈ ഒരു റെയിൽവേ അവിടുത്തെ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഈ പാളം ഇവിടെ കൊണ്ടുവന്നത്. ഈ പാളത്തിൽ കൂടെയാണ് ഈ രഥം ഇവിടെ വലം വെക്കുന്നത്. ഈ രഥപൂജ 7 മണിക്ക് കൃത്യമായി ഇവിടെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ രഥം അമ്പലത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ കാണുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ആ കാഴ്ചയിലേക്കാണ് ഞാൻ ലക്ഷ്മികാന്ത് നിങ്ങളിന്ന് സ്വാഗതം ചെയ്യുന്നത്. പ്ലീസ് കം ഓൺ. ഈ അമ്പലത്തിൽ 4 ഉപപ്രതിഷ്ഠകളാണ് ഉള്ളത്. വിഘ്നേശ്വരൻ, മഹാലക്ഷ്മി, ഹനുമാൻ, ഗരുഡസ്വാമി. ഈ 4 മൂർത്തികളും ഈ അമ്പലത്തിനുള്ളിൽ കുടികൊള്ളുന്നുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പുറകെ വശത്തായിട്ട് ഒരു ദേവീക്ഷേത്രം, അതായത് ദേവീക്ഷേത്രവും അതിൻ്റെ അപ്പുറത്ത് ശിവനും നാഗരാജാവും ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ. നമുക്ക് കുറച്ച് ഐഡിയ തരാൻ വേണ്ടി ഈ അമ്പലത്തിലെ ഗരുഡസ്വാമിയെ പൂജിക്കുന്ന ഒരു വാദ്യർ, അതായത് എന്താ പറയുക, വാദ്യർ, അദ്ദേഹം നമുക്ക് വേണ്ടി 2 വാക്ക് പറയാൻ തയ്യാറാകുന്നുണ്ട്. GSB ഗൗഡസാദ ബ്രാഹ്മണരുടെ പ്രഥമ ക്ഷേത്രമാണിത്. ദശാവതാരത്തിൽ 3ാമത്തെ അവതാരം വരാഹസ്വാമി സ്വയംഭൂവായിട്ട് വന്ന ക്ഷേത്രമാണിത്. കൊല്ലത്തിൽ 2 ഉത്സവം, ഒന്ന് മാർഗശീർഷം വരാഹസ്വാമിയുടെ ചൈത്രമാസത്തിലെ വെങ്കടാചലപതി ഉത്സവം, അതിൽ 7-ാം ദിവസം റെയിലിൽ കൂടി പോകുന്ന തേരോട്ടം, അതാണ് മെയിൻ ചടങ്ങ്. പിന്നെ പള്ളിവേട്ട, ഉച്ചപൂജ സമയത്ത് മധ്യാഹ്ന പൂജയ്ക്ക് മാത്രം വരാസ്തുതി പുഷ്പാഞ്ജലി 9 ആരതി കാണിച്ച് ഭൂമി സംബന്ധമായ എല്ലാ ദോഷങ്ങളും അകറ്റി ദേവൻ അനുഗ്രഹിക്കും. അങ്ങനെ നാളും പേരൊക്കെ പറഞ്ഞ് അവരുടെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹം അവർക്കുണ്ടാവും. ഈ റെയിലുള്ള ക്ഷേത്രം വേറെ എങ്ങുമില്ല, റെയിലിൽ കൂടി ഓടുന്ന രഥം. അപ്പോൾ ഇപ്പോൾ വാദ്യർ പറഞ്ഞ പോലെ ഇവിടെ ഡെയിലി 9:30 മണിയാകുമ്പോഴേക്കും ഒരു പൂജയുണ്ട്. വരാഹസ്തുതി അല്ലേ, വരാഹസ്തുതി പുഷ്പാഞ്ജലി ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി സംബന്ധമായ എന്ത് തടസ്സങ്ങളും ദുരിതങ്ങളുണ്ടെങ്കിലും മാറും എന്നാണ് വാദ്യർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ തന്നെ അപൂർവമായിട്ട് കേൾക്കപ്പെടുന്ന ഒരു അമ്പലം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിൽ എത്തിക്കാം കേട്ടോ.
ചെറായിലെ വരാഹസ്വാമി ക്ഷേത്ര അമ്പലത്തിലെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുകയാണ് ലക്ഷ്മികാന്ത്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരാം. ഓക്കെ, താങ്ക്സ്, ബൈ.